ഹലോ, ഇന്നത്തെ വീഡിയോ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് മേലെ വെച്ച് നോക്കണ സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഇതേപോലെ എത്ര പേര് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ ടോപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഡിസൈൻ ഇതിലേക്ക് വരച്ചെടുക്കണം. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ലീഫും സ്റ്റെമ്മൊക്കെ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് ഒരു പേപ്പറിലേക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഈ റൗണ്ട് കൊടുത്തിട്ടുള്ള അവിടെ ഫ്ലവർ ആണ് കേട്ടോ വരാം. സീക്വൻസ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യണത്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത് പ്രിൻസസ് കട്ടിലാണ്. യോക്കിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്. ഇനി ക്ലോത്ത് ഫ്രെയിമിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. ഈ ക്ലോത്ത് ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് പിന്ന് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ മെഷർമെൻറ്റിലുള്ള പാറ്റേണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്റർ പോർഷനാണ് കേട്ടോ ആദ്യം ചെയ്യണത്. ഇത് നമുക്ക് ക്ലോത്തിന് മേലെ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ പോലെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റിക് കളറിലെ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് സീക്വൻസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോൺസ് ആണ് കേട്ടോ. ഗ്രീൻ എടുത്തിട്ടുണ്ട്, പിന്നെ സിൽവറും വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ള ഒരു ടൈപ്പ് സ്റ്റോണും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യണത് നോർമൽ മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഡിസൈൻ വരച്ചെടുക്കണം കേട്ടോ. അത് ഇതേപോലെ തന്നെ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ഡിസൈൻ പെൻസിൽ വെച്ചിട്ടാട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നമുക്ക് ഡാർക്കാക്കി കൊടുക്കണം. പെന്ന് വെച്ചിട്ടോ മാർക്കർ വെച്ചിട്ടോ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുത്താൽ മതിയാവും. അല്ലാത്ത ക്ലോത്തിലാണെന്നുണ്ടെങ്കിൽ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആരി നീഡിൽ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ത്രെഡിൻ്റെ ഒരറ്റം ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു നീഡിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. ഇതേപോലെ നൂലെടുത്തതിന് ശേഷം ഓരോരോ കട്ട് ബീഡായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കണത്. ബിഗിനേഴ്സിനാണെങ്കിലും ചെയ്ത് നോക്കാൻ പറ്റണ ഒരു വർക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഓരോരോ ബീഡ്സ് ആയിട്ട് ചെയിൻ സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഗ്യാപ്പില്ലാതെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ലീഫാണ് കേട്ടോ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഇതേപോലെ നൂലെടുക്കുക കേട്ടോ. ഇതിലേക്ക് 3 ഷുഗർ ബീഡ്സ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലീഫ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക. 3 ഷുഗർ ബീഡ്സ് കൊടുത്തിട്ട് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നീഡിൽ മേലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വലിയ ചെയിൻ സ്റ്റിച്ചും പിന്നെ ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ 3 ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ 3 വരിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ലീഫും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾ നേരെ കണ്ടാൽ മനസ്സിലാവും. ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണിത്. ഇനി ഈ സീക്വൻസ് വെച്ചിട്ടുള്ള ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് അതിലേക്ക് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഇതേപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അതിനുശേഷം സീക്വൻസ് വെച്ചിട്ട് ഇതിന് ചുറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ യോക്ക് ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്റർ പോർഷൻ കഴിഞ്ഞിട്ട് പ്രിൻസസ് കട്ട് വരുന്ന ഈ 2 സൈഡും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിലേക്കും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു അകലത്തിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ള സ്റ്റോണും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഗ്യാപ്പിൽ മൊത്തം ഇതേപോലെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.